ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, അങ്ങനെ തുടർച്ചയായിട്ട് ഗവർണർ ചാൻസലർ എന്ന നിലയിലുള്ള അധികാരം പ്രയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിലേക്ക് കടന്നു കയറുമ്പോൾ UDF പാലിക്കുന്ന മൗനം LDF വലിയ രീതിയിൽ ആയുധമാക്കി മാറ്റുകയാണ്. UDFനെതിരെ ശക്തമായ LDFിന്റെ പ്രതികരണങ്ങൾ വരുന്നു. ഇനിയും എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതികരിക്കാത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അദ്ദേഹം പറയുന്നത് ഏറ്റുമുട്ടൽ ഇനിയില്ല എന്നാണ്. പക്ഷേ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിന് UDF മൗനസമ്മതം നൽകുന്നോ എന്നാണോ LDF ചോദിക്കുന്നത്? അരുൺ, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആയതോടുകൂടിയാണ് കേരളത്തിലെ നേരത്തെ രാജ്ഭവൻ ഇപ്പോഴത്തെ ലോക്ഭവന് ഒരു സംഘപരിവാർ മുഖം നൽകി തുടങ്ങിയത് എന്ന ആരോപണം ശക്തമാകുന്നത്. വളരെ പരസ്യമായി SFI പ്രവർത്തകരോട് തെരുവിൽ നേർക്കുനേർ നിൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ചിത്രം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിന് പിന്നാലെ വന്ന ഗവർണർ രാജേന്ദ്ര അർലറേക്കറും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യക്ഷമായിരുന്നുവെങ്കിൽ ആർലേക്കർ കുറെ കൂടി രഹസ്യമാണ് സംഘപരിവാർ അജണ്ട എന്നുള്ളതാണ് ഗവർണറെ എതിർക്കുന്നവർ പറയുന്നത്. നിലവിലെ സാഹചര്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഇടപെടൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നിലനിൽക്കെ ലോക്ഭവൻ നടത്തുന്നു എന്നുള്ളതാണ്. അരുൺ നേരത്തെ വിശദീകരിച്ചതുപോലെ VCയുടെ നിയമനത്തിൽ എന്ന പോലെ ഏറ്റവും ഒടുവിൽ MGയിലേക്കുള്ള സെനറ്റ് നാമനിർദ്ദേശത്തിലും VC ഇടപെടുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് UDFും LDFും തമ്മിൽ കൊമ്പ് കോർക്കുന്നത്. ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് നേരത്തെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. സംഘപരിവാരുമായി ആരാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് നന്നായി അറിയാം എന്നായിരുന്നു റോജി ജോൺ കുറിച്ചത്. അതിനെതിരെ SFI സംസ്ഥാന സെക്രട്ടറി സാമൂഹ്യ മാധ്യമത്തിലൂടെ രംഗത്ത് വരികയാണ്. അങ്ങനെ UDFും LDFും തമ്മിലുള്ള പോരായി അത് മാറുമ്പോഴും എന്തുകൊണ്ട് UDF സർക്കാരിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളത് അതിലൊരു ചോദ്യം തന്നെയാണ്. നേരത്തെ മുഖ്യമന്ത്രിയും ഗവർണറും CPIഎമ്മും ലോക്ഭവനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിന്ന ആളായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്ന് പറഞ്ഞത് അത് അവർ തമ്മിലുള്ള ചക്ലത്തി പോരാണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഭരണം കയ്യിലേക്ക് വരുന്ന സമയത്ത് പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ലോക്ഭവൻ ഇടപെടലിനെ ഒരു വാക്കുകൊണ്ട് ഇതുവരെ വിമർശിച്ചില്ല എന്നുള്ളതും രാഷ്ട്രീയ കൗതുകം തന്നെയാണ്. ഓക്കെ, അത് വല്ലാത്തൊരു കൗതുകമാണ് അല്ലേ ടി വി പ്രസാദ്? അപ്പൊ എന്തായാലും എന്തേ ഒന്നും മിണ്ടിയില്ല എന്നാണ് ചോദ്യം. ഒന്നും മിണ്ടുന്നില്ല സർക്കാർ. ഗവർണർ ചാൻസലർ എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട്, LDFിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണ് റോജി എം ജോണിനെതിരെയും അതേപോലെ തന്നെ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനവുമായി SFI കൂടി രംഗത്തെത്തുന്നത്. എന്തായാലും സംഭവം കടുക്കും. പുതിയ പശ്ചാത്തലത്തിൽ കാത്തിരുന്ന് കാണാം, മിണ്ടുമോ ഇല്ലയോ.